പവി അനന്താശ്രം എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ ഫുൾ എയറിലാണ്. പവി മാത്രമല്ല, ഒരു തൻസീർ നാസർ ഈ രണ്ട് അക്കൗണ്ടുകൾ മാത്രമല്ല, ഇതുപോലെ കുറച്ച് ചെറിയ അക്കൗണ്ടുകളൊക്കെ ഇതുപോലെ ഇപ്പോൾ ഫുൾ എയറിലാണ്. ഈ പ്രത്യേകിച്ച് പവി അനന്താശ്രം എന്ന പവിത്രൻ എയറിൽ നിന്ന് ഇങ്ങോട്ട് വരരുത്, തിരിച്ച് താഴെ ഭൂമിയിലേക്ക് എത്തുവാണെങ്കിൽ തട്ടി ജയിലിലേക്ക് തന്നെ ഇടേണ്ടുന്ന സമയം കഴിഞ്ഞു. ഡെപ്യൂട്ടി തഹസീൽദാറാണ് ഈ പവിത്രൻ എന്ന പവി അനന്താശ്രം. ശരിക്കും പറഞ്ഞാൽ പണ്ടാരോ പറഞ്ഞതുപോലെ നേരത്തെ പണ്ടുകാലങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡുകളിലെ ഈ ബാത്റൂമുകളിലൊക്കെ വൃത്തികേടുകൾ എഴുതി വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രെയിനിനകത്ത് വൃത്തികേടുകൾ ബസ്സിനകത്ത് ഇങ്ങനെ എഴുതിയൊക്കെ വെക്കും. അതൊക്കെ കൂടെ ഇപ്പം സോഷ്യൽ മീഡിയയിലാണ് ചില ഞരമ്പന്മാർ എഴുതുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ഒരു കാണപ്പെടുന്ന ഒരു അടയാളമാണ് ഇപ്പോൾ പവിത്രൻ എന്ന് പറയുന്ന പവി. ഇതൊരു ഡെപ്യൂട്ടി തഹസീൽദാറാണ്. പറയുമ്പം തന്നെ എന്താ പറയുന്നത്, നാണക്കേട് തോന്നുന്നു. പറഞ്ഞു വരുന്നത് നമുക്കറിയാം, അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം. നമ്മളൊക്കെ വളരെ ഞെട്ടലോടെയാണ് ആ അപകടത്തെ മുന്നിൽ കണ്ടത്. കാരണം എത്രയോ പേരാണ് അതിൽ മരണമടഞ്ഞത്. നമ്മളുടെ ഒരു മലയാളി യുവതി കൂടി അതിൽ മരണമടഞ്ഞു. രഞ്ജിത നായർ എന്ന് പറയുന്ന നായരാണ് ഈ പവിത്രനെ കുറച്ചുകൂടി പവി എന്ന പവിത്രനെ അങ്ങ് അങ്കലാപ്പിലാക്കിയത്. അയാൾക്ക് അങ്ങ് കുറച്ചുകൂടി ഒരു രോഗം ഇങ്ങ് മൂർച്ഛിച്ച് വന്നത്. അപ്പോൾ ആ നായർ അദ്ദേഹത്തിന് അങ്ങോട്ട് പിടിച്ചില്ല. ആ നായരാണ് അദ്ദേഹത്തിനെ പ്രശ്നത്തിലാക്കിയത്. എന്തായാലും ഒരു വൃത്തികെട്ട ഭാഷ, പുറത്ത് പറയാൻ കൊള്ളാത്ത ഞാൻ ഈ പവി അനന്താശ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ കയറി നോക്കിയാൽ ഇതെന്താണ് അറിഞ്ഞുകൂടാത്ത പ്രേക്ഷകർക്ക് അത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ തൻസീർ നാസർ, ഈ പവി അനന്താശ്രം എന്ന് പറഞ്ഞ പവിത്രൻ, ഈ ഡെപ്യൂട്ടി തഹസീൽദാർ രഞ്ജിത എന്ന ആ യുവതി, അതും മരണപ്പെട്ട 2 കുഞ്ഞുങ്ങളുടെ അമ്മ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന ഭർത്താവില്ല, ഒരു ക്യാൻസർ ബാധിതയായ അമ്മ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ഏറ്റുകൊണ്ട് വിദേശത്ത് കഷ്ടപ്പെട്ട ആ യുവതി, അതും മരണപ്പെട്ട ഒരു യുവതിയെ പറ്റിയാണ് ഇത്തരത്തിലുള്ള വെറും വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചത്. സത്യം പറഞ്ഞാൽ മനസ്സാക്ഷിയുള്ള ഒരു വ്യക്തി പോലും ഉപയോഗിക്കത്തില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയുണ്ട്, പെൺകുട്ടിയുണ്ട്. ഞാൻ അവരിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കൊല്ലുന്നതിന് തുല്യമാണ്. സത്യം പറഞ്ഞാൽ ആത്മഹത്യക്ക് തുല്യമായിട്ട് തന്നെ വരും. അപ്പോൾ ഇത്തരത്തിൽ ഇയാളെപ്പോലുള്ള ഒരുവനെ ആ വീട്ടിൽ കയറ്റുക എന്ന് പറയുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ എങ്ങനെ അവർ സഹിക്കുന്നു എന്നുള്ളതാണ്. ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരിമാർ എങ്ങനെ ജോലി ചെയ്യുന്നു? നായർ സ്ത്രീകൾ കാണുമല്ലോ, അല്ലെങ്കിൽ ഇതിലും കൂടിയ ജാതിയുള്ള സ്ത്രീകൾ കാണും. അയാൾക്ക് ജാതിയാണോ പ്രശ്നം എന്നുള്ളതും മനസ്സിലാകുന്നില്ല. ഇത് തന്നെയല്ല, ആ സ്ത്രീകളോടൊക്കെ ഇദ്ദേഹം എന്തായിരിക്കും മോശമായിട്ട് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും പെങ്ങളും ഭാര്യയും മകളും ഇതൊക്കെ ഉള്ളൊരു കുടുംബമായിരിക്കത്തില്ലേ. അപ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് നടത്തിയെങ്കിൽ ഈ തൻസീർ നാസർ പോലുള്ള സുഡാപ്പി ചില ഐറ്റംസ് ഉണ്ട്, ഈ മറ്റേ മതത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ അടിച്ചുപോയി സന്തോഷം, കുറേ പാവം മുസ്ലിങ്ങളെ ഉപദ്രവിച്ചതല്ലേ, അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടതെന്നുള്ള, ഇവനെയൊക്കെ പിടിച്ച് ഇവനൊന്നും പുറം ലോകം കാണാത്ത തരത്തിൽ ഇവനൊന്നും വെളിയിലോട്ട് വിടരുത്. എന്തായാലും ഡെപ്യൂട്ടി തഹസീൽദാറിനെ മൊത്തത്തിൽ സഖാവാണ്, വലിയ സഖാവാണ്. നമ്മളൊന്നും ചിന്തിക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന നാട്ടിലുള്ള ഒരു സഖാവ് ആ പ്രസ്ഥാനത്തോട് കൂറും മമതയുള്ളൊരു സഖാവിൻ്റെ പോസ്റ്റാണ് സ്ത്രീ ആക്ഷേപം എന്ന് പറയുന്നത്. ഇവൻ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയമാണ് ഇവൻ പ്രചരിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഇയാൾ മറ്റേ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഇയാൾ ഇതിനപ്പുറം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഈ പാർട്ടി വെച്ച് പൊറിപ്പിക്കണം. മാത്രമല്ല ഇദ്ദേഹം ഒരു ഇദ്ദേഹം എന്നൊന്നും പറയാം, ഇയാളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എന്നിട്ടും ഒരു നിയമ തീരുമാനത്തിൽ ഒരു നടപടിയിലേക്ക് പോയപ്പം സർക്കാർ എടുത്ത തീരുമാനം എന്താണ്? സസ്പെൻഷനാണ്. അതും വിത്ത് സാലറി. അതായത് വീട്ടിൽ സുഖവാസം ഇരുന്നുകൊണ്ട് സാലറി വാങ്ങിക്കുക, പിന്നെ ജോലി ചെയ്യേണ്ട. അല്ലെങ്കിലും ജോലി ചെയ്യുന്നില്ല. ഇപ്പം അറസ്റ്റ് തന്നെ ചെയ്തപ്പോൾ ഫുള്ള് മദ്യപാനത്തിലായിരുന്നു. മദ്യം കഴിച്ച് അങ്ങേയറ്റം നിന്ന ഒരു വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നത്. പക്ഷേ അവിടുത്തെ കളക്ടർ എന്തായാലും
ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ അല്ല വേണ്ടത്, ഡിസ്മിസൽ വേണമെന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ജോലി ഇദ്ദേഹത്തിന് ഇനി കൊടുക്കരുത്. ഇത്തരത്തിലുള്ള വ്യക്തി, സർക്കാർ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഒരു പരാമർശം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം സഖാവാണെന്ന് പോലെ. എന്ത് സഖാവ്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ത് രാഷ്ട്രീയമാണ്? വ്യക്തിപരമായ രാഷ്ട്രീയം അതായത് അവരുടെ മനസ്സിലാണ്, അവരവരുടെ അകത്ത് വെച്ചേക്കണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചേരും, ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒരു രാഷ്ട്രീയമോ ഒരു മതമോ ആയിട്ടുള്ള ഇത് പോകരുത്. സർക്കാർ എന്ന് പറയുന്നത് അത് LDF മാത്രമല്ല, UDF വരും, BJP വരും, വേണമെങ്കിൽ ആം ആദ്മി പാർട്ടി വരും. പല സർക്കാരുകൾ ചിലപ്പോൾ നാളെ ഈ സംസ്ഥാനം ഭരിക്കേണ്ടി വരും, രാജ്യം ഭരിക്കേണ്ടി വരും. ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികളല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്ന ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും നികുതി ഇനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വിഹിതമാണ് ഇവരുടെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ വെറും ദാസന്മാർ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥരനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ കോമരങ്ങൾക്ക് വേണ്ടി തുള്ളാൻ നടക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. പാവങ്ങളുടെ കാശ് കൊണ്ടാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്, ഞാൻ തിന്നുന്നത്, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം തിന്നുന്നതെന്നുള്ള ഓർമ്മ വല്ലപ്പോഴും ഉണ്ടായ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് ബോധം വരും. കാരണം പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ചൂട്ടുപിടിക്കാനും അവർക്ക് വേണ്ടുന്ന പൂജ ചെയ്യാനും സേവകരായി നിൽക്കുക. രാഷ്ട്രീയ പാർട്ടിക്കാർക്കല്ല നിങ്ങൾ സേവനം ചെയ്യേണ്ടത്, നിങ്ങൾ ജനങ്ങൾക്കാണ് സേവനം ചെയ്യേണ്ടത്. നിങ്ങളെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച്, നിങ്ങൾ ജോലി ചെയ്ത്, നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ ചെന്നിരിക്കുന്ന സ്ഥാനമാണ്. അതിൻ്റെ വേതനം ഞങ്ങളെന്ന ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാത്രമാണ്. ആ ജോലി ചെയ്യുമ്പോൾ രാഷ്ട്രീയ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് കൂലി ചെയ്യല്ല, വേല എടുക്കുകയല്ല ചെയ്യേണ്ടുന്നത്. കൂലി നൽകുന്നത് ഞങ്ങളെപ്പോലുള്ള ജനങ്ങളുടെ ഒരു വിഹിതത്തിൽ നിന്നാണ്. ആ സേവനം ചെയ്യേണ്ടത് ഞങ്ങളോടാണ്, അല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്കല്ല എന്നുള്ളൊരു ബോധം വേണം. എന്തായാലും അത് ഇപ്പോൾ ജനങ്ങൾ തീർത്തും സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ തഹസീൽദാർ ആ പദവിയിൽ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഇയാളുടെ ജോലിയാണ് തെറിപ്പിക്കേണ്ടത്. ഇയാൾക്ക് കടുത്ത നടപടികൾ. മരിക്കപ്പെട്ട ഒരു സ്ത്രീയോട് എനിക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ള, എത്ര സാംസ്കാരിക നായികമാരുമാണ് ഇന്ന് മലയാള സമൂഹത്തിലുള്ള? കുറേ നിലമ്പൂര് പോയിട്ടുണ്ടല്ലോ, കുറേ KR മീരയോ എന്തൊക്കെ പോയിട്ടുണ്ടല്ലോ, സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ് കടിച്ചാൽ പൊട്ടാത്ത കുറേ വാക്കുകളുമായിട്ട് സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന കുറേ ആൾക്കാർ. എവിടെ പോയി ഇവരൊക്കെ? കുറേ ആശമാർ കുറേ സെക്രട്ടേറിയറ്റിൽ നിന്ന് സമരം ചെയ്തു. അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റി. ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫെമിനിസ്റ്റുകളോ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളോ ഒന്നിനെയും കാണാനില്ല. അതും മരണപ്പെട്ടു പോയൊരു നമ്മുടെ ഒരു സ്വന്തം സഹോദരിയാണ്, നമ്മുടെ കുടുംബത്തിൽ മരിച്ചു. ആ മരണത്തിനേക്കാളും വേദനയാണ് അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഇപ്പോൾ ഇയാൾ കാരണം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കടുത്ത വിമർശനം നടത്താൻ ഒരു സ്ത്രീ സംഘടന പോലും ഇറങ്ങിയില്ല എന്നുള്ളത്. ഇവരൊക്കെ എവിടെ പോയി? അല്ലാത്തപ്പം വാലും തൂക്കി ഇറങ്ങുമല്ലോ. എവിടെങ്കിലും പീഡനം എന്ന് പറഞ്ഞാൽ ഒരു ജാതിക്കാരുടെ അടുത്ത് തൂങ്ങി അപ്പോഴിറങ്ങുന്നവരാണല്ലോ. അപ്പോൾ എന്താ അവർണർ എന്ന് പറയുമ്പോൾ ഇപ്പം സവർണർക്കെതിരെ എന്ത് വന്നാലും ആക്ഷേപിക്കാമെന്നാണ്. അത് അവർണർക്ക് അങ്ങനെ താഴ്ന്ന ജാതിക്കാർക്ക് പ്രത്യേക ഇത്, ഉയർന്ന ജാതി അങ്ങനെയൊന്നുമില്ല. ഇവിടെ ജാതിയല്ല പ്രശ്നം. ഇവിടെ ഇവർ ജാതിക്കാരുടെ എടുത്തിടുന്നത് അത് വെച്ച് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ജാതിയല്ല ഇവരുടെ വിഷയം. ഇവർക്ക് രാഷ്ട്രീയവും മതവുമാണ് വിഷയം. ഇവർക്ക് പണമാണ് വിഷയം. പണമുള്ളിടത്ത് എന്തുമാകുമെന്നുള്ളൊരിതാണ്. രാഷ്ട്രീയമുള്ളിടത്ത് പദവിയുള്ളിടത്ത് എന്തുമാകുമെന്നുള്ളൊരു വിഷയമാണ്. അതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ തൻസീർ എന്ന് പറയുന്ന നസീർ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പറയും. ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള സ്വഭാവം, മാനസിക വൈകല്യമുള്ള ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലോട്ട് പറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കാൻ തന്നെ രാജ്യത്തിൻ്റെ ചോറും പറ്റി ഇവിടെ നിൽക്കാൻ കഴിയാത്തവന്മാരൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കും. ഇവിടെ ആർക്കും നിങ്ങളെയൊന്നും ഇവിടെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ നിന്നാൽ മര്യാദയ്ക്ക് നിൽക്കേണ്ടുന്ന അല്ലെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കേണ്ടുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ നിങ്ങളെ പൊക്കിയിരിക്കുന്നു. കാരണം മലയാളികൾക്ക് ബോധമുള്ള അല്ലെങ്കിൽ എന്താണെന്ന് അറിവും ചിന്തയും ബോധവുമുള്ള വിവേചനം അല്ലെങ്കിൽ ബുദ്ധിയുള്ള മലയാളികൾ ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കും. ഇനി പ്രതികരിക്കാത്ത മൗനമായിട്ട് നടക്കുന്ന സർക്കാരാണെന്നുണ്ടെങ്കിൽ അവരല്ലെങ്കിൽ അവരുടെ മറ്റു ആൾക്കാരെയും കൊണ്ട് പ്രതികരിപ്പിച്ച് കൂട്ടിക്കാനുള്ള മറുപടി ഇന്ന് മലയാളികൾക്കറിയാം. രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കും. പക്ഷേ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തഹസീൽദാർ ഉണ്ടെണ്ണാൻ പോകുന്നു. അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും കൂട്ടിയിരിക്കും. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇനി ഇദ്ദേഹത്തിന് ജോലി ചിലപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇനി ഒരു 10 മാസം കൂടെ ഒക്കെ കാണും. ഉള്ളത് വരെ ചിലപ്പം
തിരിച്ചെടുക്കുമായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ഏത് സർക്കാരാണെങ്കിലും സ്ട്രോങ് ആണോ ആദ്യം ഇവൻ്റെ ജോലിയാണ് എടുത്ത് കളയേണ്ടത്. കാരണം ഇവൻ്റെ കുടുംബത്തിന് ഇവൻ്റെ സ്ത്രീകളും ഇവൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ഈ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവൻ്റെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചാൽ അത് ശരിയാവത്തില്ല. കാരണം വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഇങ്ങനെ പോലുള്ള ഓരോരുത്തന്മാരുണ്ടായിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ പണ്ട് എഴുതി വെച്ചിരിക്കുന്ന പല ഞരമ്പന്മാർ എഴുതി വെക്കുന്ന ഭാഷയെക്കാളും പലപ്പോഴും അവിടെ നിന്ന് ചെന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല. കാരണം അവിടെയൊക്കെ ഇപ്പോൾ വൃത്തിയായിട്ടൊക്കെ പല സ്റ്റാൻഡുകളും കിടപ്പുണ്ട്. അവിടെയൊക്കെ എഴുതി വെച്ചാൽ ചിലപ്പം CCTV എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊന്നും എഴുതി വെക്കാൻ പറ്റാത്തവന്മാരെല്ലാം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് വന്നു പറയും. ഇവരെയൊക്കെ കയ്യോടെ പൊക്കുക ചെയ്യേണ്ടത്, പ്രതികരിക്കുക. ഈ പറയുന്ന ചില സംഘടനകളൊന്നും വരത്തില്ല, രാഷ്ട്രീയമാണല്ലോ, ഭരിക്കുന്നത് വേറെയാണല്ലോ. പക്ഷേ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുക.